ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീടിനടുത്തുള്ളൊരു കോവിലിലെ ഉത്സവമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും എഡിറ്റിങ്ങിനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ സൗണ്ട് കൊടുത്തൊക്കെ ഇടണ്ടേ, അപ്പോൾ പാട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പാടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ. പിന്നെ നമ്മുടെ മലയടി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഘോഷയാത്ര, മലയടി ഘോഷയാത്ര. ഇവിടെ അണ്ണാൻ കിടന്ന് ചിലയ്ക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മലയടി കോവിലിൽ നിന്നുള്ള മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ, മലയടി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര. അതിപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ ഘോഷയാത്ര പോയത്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാമൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. മേളവും പിന്നെ കൂടുതലും മേളവും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നമ്മുടെ മഹാദേവനെയും പാർവതി ദേവിയുടെയും തിടമ്പ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മഹാദേവനും പാർവതി ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. കുട്ടിക്കാലം തൊട്ടേ മഹാദേവനിൽ ഒത്തിരി നല്ല വിശ്വാസമാണ് കേട്ടോ മഹാദേവനിൽ. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ എനിക്ക് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നന്ദികേശൻ്റെ ചെവിയിൽ ഇങ്ങനെ പല ആഗ്രഹങ്ങളും പറഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. നടക്കാത്തതും ഉണ്ട് കേട്ടോ, നടന്നിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് മഹാദേവനെ. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. അങ്ങനെ ഇതൊക്കെ കാണുന്നതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ തെയ്യം ഉണ്ടായിരുന്നു കേട്ടോ, പലതരത്തിലുള്ള തെയ്യമുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതൊക്കെ എനിക്കറിയില്ല കേട്ടോ, പേര് പറയാനറിയില്ല. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. തെയ്യം ഒരു കുട്ടിയെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷോപ്പിലാണ് അത് വരുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ അവിടെയാണ് ആ കുട്ടി നിന്നത് കേട്ടോ. ഒതുങ്ങി നിന്നാണ് അവർ അങ്ങോട്ട് റോഡിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഘോഷയാത്ര കാണാനായിട്ട് ഒതുങ്ങി നിന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ ബർത്ത് സ്റ്റാർ തിരുവാതിരയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെ കേട്ടോ, എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. പിന്നെ എല്ലാം എന്തുകൊണ്ട് ഭഗവാൻ സാധിച്ചു തരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ആലോചിക്കേണ്ട. എന്താണെന്ന് വെച്ചാലേ, നമ്മൾ പ്രയത്നത്തിലൂടെ നേടേണ്ടത് പ്രയത്നിച്ച് തന്നെ നേടണം. അല്ലെങ്കിൽ പിന്നെ അന്ന് അതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭഗവാൻ എല്ലാം അങ്ങ് സാധിച്ചു തന്നാൽ നമ്മൾ കുഴിമടിയന്മാരായി പോവില്ലേ ഫ്രണ്ട്സ്? അതുകൊണ്ട് പ്രവർത്തിക്കുക, അങ്ങനെ നമ്മൾ വിജയത്തിലേക്ക് ചെന്നെത്തും. അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഘോഷയാത്ര അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ആനക്കുട്ടൻ, ഇത് വേറൊരു കോവിൽ, നമ്മുടെ വിഷ്ണു കോവിലിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആനയുടെ മുഖം മാത്രം മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്, കാണാൻ പറ്റില്ല. അത് ഘോഷയാത്രയുടെ സമയത്ത് അത് തുറക്കുള്ളായിരിക്കും, അതങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഡാമേജ് ഒന്നും വരാതിരിക്കാനായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും മൂടി വെച്ചിരിക്കുകയാണ്. നല്ല രസമായിരിക്കും കേട്ടോ ഇത് മൂവ് ചെയ്യുന്നത് കാണാൻ. എന്തായാലും ഞാൻ ആനക്കുട്ടൻ്റെ കൂടെ നിന്നൊരു സെൽഫിയും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഉത്സവ വിശേഷങ്ങൾ ഇനിയുണ്ട് ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ടേക്ക് നിറയെ ഉത്സവങ്ങളുണ്ട്, ഘോഷയാത്രകളുണ്ട്, അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചു വീഡിയോ, ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആക്കി ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാളക്കുട്ടൻ എന്താ നല്ല ഓട്ടത്തിലാണ്, അവൻ ഓടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു കുഞ്ഞ് ലൈക്ക് തരണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.